ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മളെ നൂനു. അപ്പോൾ നൂനുവിൻ്റെ സ്കൂൾ വിശേഷം ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നത്. നൂനു, എന്താണ് എൻ്റെ സ്കൂൾ വിശേഷം? പഠിക്കലൊക്കെ ഉണ്ടാവും? ഓരോന്നിൽ ഇംഗ്ലീഷ് അടിക്കൊക്കെ ചെയ്യും. മലയാളം എന്താ മലയാളം അടിക്കും. മലയാളം മിസ്സിന് എത്തിയല്ല, ഇംഗ്ലീഷ് മിസ്സിൽ കുറച്ചെങ്കിലും നല്ല കറച്ചാവുണ്ട്. മലയാളത്തിൽ മൊത്തം പാട്ട വെച്ചാ എന്താണ് ചിക്കനും പാട്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം. ഇക്ക് ഹെൽത്തി ഫുഡ് മാത്രം സോയാബീൻ ഇക്ക് മാത്രം കൊണ്ടുപോകാച്ചുള്ളൂ. ഒരു പൊട്ട സ്കൂളിൽ സ്കൂളിൽ ചേർത്തിയതല്ല പറയാം. ഒരു കൂടുതൽ പറ്റൂല. നമ്മൾക്ക് ഫുഡൊന്നും കൊണ്ടാൻ പറ്റില്ലല്ലേ? എന്താന്നറിയാം, മുട്ട ഹെൽത്തി ഫുഡല്ല. മുട്ട ഉണ്ടായ ചാൻസ് എന്താണെന്നറിയുക, മുട്ടയ്യ സ്കൂള് മണക്കുച്ചിട്ടാണ്. സ്കൂള് മണക്കാൻ എന്താ മനുഷ്യന്മാരാണ് സ്കൂളിൽ. സ്കൂളിനോട് എന്താ പറയാനുള്ളത്? എന്തൊക്കെയാ സ്കൂളിൽ എനിക്ക് തിരികെ ചേരൂല, അവിടുത്തെ മിസ്സുമാരൊക്കെ അടിക്കും. അത്ര അല്ല, എന്തൊക്കെയാ അവിടെ മാറ്റം വരുത്തണം? എനിക്ക് മുട്ട കൊണ്ടുപോകണം, കൂന്തൽ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ ആക്കണം. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പളിനെ അടിക്കാതെ ഇരിക്കണം എന്ന് പറയാം. അത്ര. അപ്പം കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഒന്ന് ഈ പിന്നെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയാണ്. അപ്പൊ കുട്ടികളുടെ രോദനമാണത്. എല്ലാരും ഒന്ന് ബാക്കിയുള്ള കുട്ടികൾക്ക് പ്രശ്നം അതൊക്കെ ബാക്കിയുള്ള കുട്ടികളെ കുറച്ചടിക്കും. ഞാനാണെങ്കിൽ ടപ്പ വെച്ചിട്ട് ഈജ് കൊത്തക്കട കളിച്ചിട്ട് ഞാൻ കൊടുത്ത ഈജാ ഇങ്ങോട്ടൊക്കെയാ ഈജ ആരെ അടിച്ചിരിക്കണ? അപ്പൊ ആരെ എഴുതാന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവിടെ ഇന്ന് ഷോ ആണ്. ഇന്ന് സ്കൂളുണ്ട് വിചാരിക്കും. ഇന്ന് വൈകുന്നേരം പോയി ഓള് ഇന്നേച്ച് മുണ്ടു. എന്നിട്ട് നാളെ രാവിലെ വരുമ്പോ തെച്ചു. എന്നിട്ട് വൈകുന്നേരം മുണ്ടു. എന്നിട്ട് നാളെ രാവിലെ വരുമ്പോ തെച്ചു. അങ്ങനെയാണ് ആ സ്വഭാവം. അപ്പൊ ഞാൻ ഓളയ്യ മോന്തൊക്കെ ഒന്ന് അടിച്ചു. അപ്പൊ അടിക്കാൻ പാടുണ്ട. ഓളിന്റെ ഫ്രണ്ട് ഒന്നുമില്ല. ഓളെ ഞാൻ ഉണ്ട് ഒച്ച ഉന്തലും ഉണ്ട്. ഓള് ബെഞ്ചുമൊക്കെ ഉണ്ട് ചാടി. ഓളെ പല്ലാണ്ട് തോന്നി. സൂപ്പർ. എന്നിട്ട് ഓളെ പാരന്റ്സ് അടുത്തൊക്കെ ചീത്ത. പിന്നെ ചീത്ത കേൾക്കൂല. ഈ ചെല്ല കാട്ടിയത് ഞാൻ ഫ്ലവർ എടുക്കാൻ കൊടുത്താക്കി ഞാൻ ക്ഷമിച്ചു. എന്നാലും എനിക്ക് ഇഷ്ടമല്ല. രാഗം അപ്പോ MET പോണേ, അല്ലെങ്കിൽ MS പോണം, അല്ലെങ്കിൽ എന്താ ഏതാണ് ബെഞ്ചുമാർക്ക് പോണം. അല്ല, അപ്പൊ നിങ്ങളവിടെ കൂന്തളും ഇതൊക്കെ കൊടുന്നാലും ആരെയും പിന്നെ കാണുമോ? ടീച്ചേഴ്സ് കാണുമോ? എന്നിട്ട് അതൊക്കെ മീൻകാരെ കൊണ്ട്. പക്ഷെ അതൊക്കെ മിസ് മണത്തൊക്കെ മിസ് എന്തോ നായില്ല. മാത്സ് മിസ്സുണ്ട്, മലയാളം മിസ്സുണ്ട്. ആ മിസ്സിനൊക്കെ നല്ല ഇഷ്ടമാണ് കുറച്ചൊക്കെ. പക്ഷെ അടിക്കും എല്ലാരും. അടിക്കണ വേദന വേനിക്കും. പിന്നെ എന്താ കളേഴ്സ് ഡേ ആണെങ്കിൽ എഴുതി വെനസ്ഡേ കുറച്ച് ബുക്ക് ഉണ്ടായാൽ മതി. വെനസ്ഡേക്ക് ഡാൻസിന് പോകും. ഡാൻസിന് പോയാൽ ഞാൻ ബാക്കിലിരിക്കും. ബാക്കിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കുമ്പോൾ തല അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ പോകും, തിരിയും. അപ്പോൾ ഉമ്മച്ചി ഫോട്ടോ എടുത്ത് ടീച്ചേഴ്സ് ഉമ്മച്ചി കാഴ്ച കൊടുക്കുമ്പോൾ ഉമ്മച്ചി പറയും, ഇതെന്താ ഇജ് എപ്പോഴും ബാക്കി ഇരിക്കണൊക്കെ മുന്നേ ഇരുന്നൂടെ? അപ്പോൾ ഇജ് സാറിനോട് പറയുവച്ച് എന്നും ഇജിന് മുന്നേ ഉണ്ടോണ്ടിരുന്നു. അപ്പം ഞാൻ പറയും ഉമ്മച്ചിനോട്, സാറാണ് എന്നെ ബാക്കി. ഞാൻ ഡിറ്റേഷൻ എടുത്ത മിസ് US മിസ് ഡിറ്റേഷൻ എടുത്തു. ഉമ്മച്ചിൻ്റെ അടുത്ത് ഓടി വന്ന് ഉമ്മച്ചിക്ക് ഞാൻ US മിക്ക് തുറന്നു നോക്കി. അപ്പം ഞാൻ എഴുതിയത് ഉണ്ടാക്കി, ഹനീൻ സുബ BTS I love you ഹനീൻ, അങ്ങനെ എഴുതിച്ചു മിസ്. അപ്പം ഉമ്മച്ചിൻ്റെ കയ്യിൽ നിന്ന് ഒരു മാറ്റം കിട്ടി. ആ മാറ്റത്തോടെ ഞാൻ കാര്യം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? എൻ്റെ ഒരു സുഹാന ഓളിയ എപ്പോ നോക്കിയാലും ഇവിടെ റിസു ഉണ്ട്. അത് സുഖന്റെ കഥീന ആ റിസു വരുമ്പോ ഓൾക്ക് ഇന്ന വേണ്ട. ഓളില്ലാത്തപ്പോ ഓൾക്കിന്ന ഫേക്ക് സിസ്റ്റർ അല്ലേ? അങ്ങനത്തെ സിസ്റ്റർ കിട്ടിയത് ഇന്റെ ഒരു നശിച്ച കാലങ്ങൾ. അത് ഞാൻ നടന്നു പോകുന്നു. അപ്പൊ ഹാനിയാനും ബർസാനൊക്കെ കിട്ടിയാ മതിയെന്ന്. ബർസ പാവമാണ്.
പക്ഷെ ഹാനി കുറച്ചും കൂടി മൂന്നത്തൊക്കെ ഇങ്ങനെ സ്കൂളിലില്ലേ എന്താ എന്നിട്ട് മീൻ കറി വെച്ചേറ്റേ മീൻ കൊണ്ടാണ്ട കറി മാത്രം വെക്കാറുണ്ട് സമ്മതിക്കലില്ലല്ലോ എന്താ അത് മിസ് ചെയ്യാം മണത്ത് നോക്കും കുട്ടികളോ കുട്ടികളും മണത്തു ഒരു ദിവസം നായി തക്കാളി കറി കൊടുത്തിട്ടാ അപ്പണ്ട് ഐസ പറഞ്ഞ ആ കുട്ടീനെ മോന്ത കടിച്ച ആ കുട്ടി വന്ന് ചേച്ചിനോട് പറയും ചേച്ചി വന്നപ്പോ ഇവിടെ മീൻകറി കൊടുത്തു എന്നിട്ട് എല്ലാ കുട്ടികളും മണത്ത് നോക്കും എന്നാൽ ചേച്ചി ലാസ്റ്റ് മണത്ത് നോക്കിയിരിക്കണം അപ്പൊ ഇവർക്ക് അറിയില്ല ഞാൻ പറഞ്ഞ കറച്ചല്ലേ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ അപ്പൊ എന്താ തക്കാളി കറീന്റെ അതേ കറി എന്താ കളറാണ് എന്താണ് ടൊമാറ്റോന്റെ കറീന്റെ അതേ കളറാണ് നമ്മളെ മുളകറിന്റെ കറി അതുകൊണ്ടാ അങ്ങനെ വരുന്നത്. അതല്ല ചോറിന്റെ ഉള്ളിൽ ഇങ്ങനെ പൂത്തിച്ചാലൊക്കെ ആരെയും കാണുമോ? ചോറിന്റെ അടിയിലൊക്കെ ഇങ്ങനെ മീൻ ഉണങ്ങി പോവില്ലേ? ഉണങ്ങി പോവാനല്ല. അന്ന് സ്കൂൾക്ക് കോളിഫ്ലവർ കൊണ്ടുപോയിട്ട് ചിക്കൻ പൊരിച്ചെന്ന് സംഭവം അന്ന് ഞാൻ സ്കൂൾക്ക് കോളിഫ്ലവർ അപ്പൊ ഏതൊരു കുട്ടി പറയാ അത് ചിക്കനാണ്. അപ്പൊ ഞാൻ എനിക്ക് എന്താണ് ഓർമ്മ ചെയ്യുന്നത്? കട്ടേ